ടി.ജെ. ശ്രീലാൽ, ഇന്ത്യയുമായുള്ള ചർച്ചയുടെ ആദ്യ ചുവടുപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇന്നലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞത്. അതായത് താനും തന്റെ രാജ്യവും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ജനതയാണ്, താനൊരു സമാധാന ദൂതനാണ് എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഇമ്രാൻഖാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് പൂർണ്ണമായും ലോക രാഷ്ട്രങ്ങൾ, ലോക ജനത തള്ളിക്കളയും എന്നാണോ വിലയിരുത്തേണ്ടത്? കാരണം ഈ രീതിയിൽ പാകിസ്ഥാന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നത് എങ്ങനെ? പ്രവൃത്തി മറ്റൊന്നായി തുടരുകയും പ്രകോപനം ഒരു വശത്ത് തുടരുകയും ചെയ്യുകയാണല്ലോ. അങ്ങനെ തന്നെ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ വിലയിരുത്തും എന്നാണോ കരുതുന്നത്? അപർണ, ലോകരാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാനെ അറിയാത്തതല്ല, ലോകരാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാനെ നന്നായി അറിയാം. അപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന പല ശ്രമങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അൽ ഖൈദയുടെ എല്ലാം സഹായം നൽകുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ പാകിസ്ഥാന്റെ സഹായം. ഞാനൊന്ന് ഇടപെടുന്നു. ടി.പി. ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരാൻ മുൻ അംബാസിഡർ, അദ്ദേഹം അല്പം തിരക്കിലാണെന്ന് പറയുന്നു. ശ്രീ ടി.പി. ശ്രീനിവാസൻ, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ. എത്രത്തോളം വലിയ വിജയമാണ്, നയതന്ത്ര വിജയമാണ് ഇന്ത്യ നേടിയതെന്നാണ് വിലയിരുത്തേണ്ടത് ഈ അവസരത്തിൽ? വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സൈനികൻ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വരുന്നു എന്നുള്ളത് വളരെ ധീരകൃത്യങ്ങൾ ചെയ്ത ഒരു ജോലിയാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ സന്തോഷിക്കണം. പക്ഷെ ഇതിനെ ഒരു വലിയ സമാധാനത്തിന്റെ സഹായകനായി ഇമ്രാൻഖാൻ വന്നിരിക്കുന്നെന്നോ, അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ നേട്ടമാണ് എന്നൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റും സൗദി അറേബ്യൻ ക്രൗൺ പ്രിൻസും ചൈനീസ് ഫോറിൻ മിനിസ്റ്ററും ഒക്കെയാണ് ഇതിന് കാരണം. അത് ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായ നിലനിൽക്കുന്നേ ഉള്ളൂ. അതെന്തായാലും കിടന്നത് തന്നെയാണല്ലോ. ജനീവ കൺവെൻഷൻ അനുസരിച്ച് കഴിയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു വിജയമായി കണക്കാക്കാൻ നല്ലതാണ്. പക്ഷെ അത് സന്തോഷകരമായ കാര്യമാണ്. അതേസമയം തന്നെ ഇത് ഉണ്ടായതിന്റെ കാരണം മനസ്സിലാക്കുകയും പാകിസ്ഥാന്റെ ഒരു മനംമാറ്റമായി കണക്കാക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ലോകരാഷ്ട്രങ്ങൾ മുൻപുമുണ്ട്. ഈ സമാന സാഹചര്യം മുൻപുണ്ടായപ്പോഴും ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതലായി ചൈന എടുത്ത നിലപാടൊന്ന്, അതിൽ കൂടുതലായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടൊന്ന്, കൂടുതൽ പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പരസ്യമായി തന്നെ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിലയിരുത്താം അല്ലേ? അതെ, പക്ഷെ അതെന്തുകൊണ്ടാണ് നമ്മുടെ വിലയിരുത്തുന്നത്? കാരണം നമ്മൾ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കി ലോകത്തെ അവസാനിപ്പിക്കുന്ന ഭയമാണ്. അതുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് പോകരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം അത് മാത്രമല്ല. നമ്മുടെ ആഗ്രഹം ഈ ഭീകരവാദം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. ഇമ്രാൻഖാൻ പറയാനായിരുന്നു, ശരി ഞങ്ങളിനി ഭീകരവാദം ഞങ്ങളുടെ നയമായി സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് വിജയമാണ്. അതുവരെ വിജയം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സംഭവം ഒരു നിർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ട് അത് ആത്മഹത്യമായിക്കോട്ടെ, അതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ നമ്മുടെ ഉദ്ദേശം കഴിഞ്ഞിട്ടില്ല, സമാധാനം വന്നിട്ടില്ല, ഇങ്ങനെ ഒരു മനംമാറ്റം പാകിസ്ഥാൻ നേതൃത്വത്തിന് വന്നിട്ടില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ സന്തോഷിക്കുന്ന സമയത്ത്. വളരെ നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു. ടി.ജെ. ശ്രീലാൽ, നേരത്തെ പറഞ്ഞു വന്നത് ഇമ്രാൻഖാൻ സൃഷ്ടിക്കുന്ന ആ ഒരു സമാധാന പ്രതിച്ഛായ അത് എത്രത്തോളം വിലപ്പോവില്ല ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ എന്നുള്ളതായിരുന്നു. ഞാനതാ പറഞ്ഞു വന്നത്. അമേരിക്ക സമ്മർദ്ദം ചെലുത്തി, അതിപ്പോൾ ഇമ്രാൻഖാൻ അംഗീകരിച്ചിരിക്കുന്നു. നേരത്തെ ടി.പി. ശ്രീനിവാസനും നമ്മളെല്ലാം ചർച്ച ചെയ്തതുപോലെ സൗദി ക്രൗൺ പ്രിൻസ്, ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ പാകിസ്ഥാനോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളും പാകിസ്ഥാനോട് ദൂരത്ത് നിന്നാലും പാകിസ്ഥാനെ സഹായിക്കുന്നതുമായ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തു. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അവിടെ അവരെല്ലാം ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സംയമനം പാലിക്കണം ഇരു രാജ്യങ്ങളും. രണ്ട്, നമ്മുടെ വിംഗ് കമാൻഡറെ മടക്കി തരണം. ഇതിൽ വിംഗ് കമാൻഡർ മടക്കി തന്നിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് ഇനിയും ഉണ്ടായിട്ടുമില്ല. ഇന്നലെ ഇമ്രാൻഖാൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നു സമാധാനത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണിത്, അതിനുവേണ്ടി ഞാനിത് ഈ വിംഗ് കമാൻഡറെ വിട്ടു നൽകുന്നുവെന്ന് വളരെ മാഗ്നാനിമസായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഒരു നടപടികളും, അതിനുശേഷം ഉണ്ടായിട്ടുള്ള നടപടികളൊന്നും തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പര്യാപ്തമായ നടപടികളല്ല. അതിർത്തിയിൽ വെടിവെപ്പ് തുടരുന്നു, ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം പാക് വിദേശകാര്യമന്ത്രി നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ
CNN നൽകിയ അഭിമുഖത്തിൽ അസർ മസൂദ് ഞങ്ങളുടെ പക്കൽ തന്നെയുണ്ട് എന്നാണ് വിവരം എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഒപ്പം തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അസർ മസൂദിന് ആ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലുള്ള അനാരോഗ്യമാണ് എന്ന് പറയുന്നു. നമ്മൾ പല ദൃശ്യങ്ങളും കാണുന്നുണ്ട്. അസർ മസൂദ് പല സ്ഥലങ്ങളിലും നടന്ന് പ്രസംഗിക്കുന്നു, അസർ മസൂദ് പല പരിപാടികളിലും പങ്കെടുക്കുന്നു. പക്ഷേ പാക് വിദേശകാര്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അസുഖമുണ്ട്, അതുകൊണ്ട് അസർ മസൂദിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നും. അതിനോടൊപ്പം തന്നെ മറ്റു കാര്യം കൂടെ പറയുന്നു. അസർ മസൂദിനെതിരെ പാകിസ്ഥാൻ കോടതിക്ക് സ്വീകാര്യമായ തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടില്ല എന്നാണ്. ഇന്ത്യ തുടക്കം മുതൽ, അതിപ്പോൾ പത്താൻകോട്ട് ആക്രമണമായാലും അതിനു മുമ്പ് മുംബൈ ആക്രമണമായാലും അതിനുശേഷം പുൽവാമ ആക്രമണമായാലും എല്ലാം ഇന്ത്യ ആവശ്യത്തിലധികം തെളിവുകൾ, അസർ മസൂദിന്റെ ജയ്ഷെ മുഹമ്മദാണ് ഈ നടപടികൾക്ക് പിന്നിൽ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ ഇതിനോടകം എത്രയോ തവണ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് പാക് കോടതിക്ക് സ്വീകാര്യമായ തെളിവുകൾ വേണമെന്ന്. പാകിസ്ഥാൻ ഈ സമ്മർദ്ദം അതിജീവിക്കാൻ പാകിസ്ഥാൻ ഒരു തന്ത്രം എടുത്തു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടികൾക്കും പാകിസ്ഥാൻ തൽക്കാലം മുതിരില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് ഇതിനോടൊപ്പം ചേർന്നാണ് എനിക്ക് ഡോക്ടർ അനിൽകുമാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. പക്ഷേ നമ്മൾക്ക് ഇന്ത്യക്ക് ഇതിപ്പോൾ ഒരു സുവർണ്ണ അവസരമല്ലേ തുറന്നു കിട്ടിയിരിക്കുന്നത്? ലോകരാജ്യങ്ങൾ മൊത്തം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു, പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടെടുക്കുന്നു. അപ്പോൾ ഈ കുറഞ്ഞ പക്ഷം അസർ മസൂദിനെ ജയിലിൽ അടയ്ക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അസർ മസൂദിനെ വിട്ടുകിട്ടുന്ന കാര്യത്തിലെങ്കിലും ഇന്ത്യക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു സുവർണ്ണ അവസരം കൂടി ഈ ഘട്ടത്തിൽ തുറന്നു കിട്ടിയിട്ടില്ല നമുക്ക്. തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ്. പക്ഷേ പ്രശ്നം അപ്പോഴും പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ. പ്രധാനമായിട്ടും പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ ആരിൽ നിന്ന് കിട്ടിയതാണ്? നമുക്കറിയാമല്ലോ, ഇപ്പം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ നേരത്തെ അവരുടെ സുഹൃത്തുക്കൾ നൽകിയതാണ്. ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ പക്ഷത്താണ്, പുറമേ നമ്മളെ അനുകൂലിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ മസൂദ് അസറിനെയൊക്കെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നതിനും ഒക്കെ ഐക്യരാഷ്ട്ര സംഘടന അദ്ദേഹത്തിനെതിരെ പ്രമേയമൊക്കെ കൊണ്ടുവരികയാണ്. ആരാണ് അതിനെ തടയുന്നതെന്ന് നമുക്ക് കാണാം. നേരത്തെ ഈ പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ചൈനയായിരുന്നല്ലോ വീറ്റോ ചെയ്തത്. ഇപ്പം ഫ്രാൻസും അമേരിക്ക എല്ലാം ഒത്തുചേർന്നുകൊണ്ട് നമ്മളെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം കൊണ്ടുവരാൻ പോവാ. ആ ലിറ്റ്മസ് ടെസ്റ്റ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് വീറ്റോ ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപർണ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ എന്തായിരുന്നു ലാഹോർ ബസ് യാത്രയുടെ സമയത്ത് സംഭവിച്ചെന്താ? നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടല്ലേ അവർ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി പോയത്. അതേസമയം പാകിസ്ഥാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? അതിർത്തിയിൽ നുഴഞ്ഞ കയറ്റത്തിന് വേണ്ടിയല്ലേ ഉപയോഗിച്ചത്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സർക്കാരിനെ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. പലപ്പോഴും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ യഥാർത്ഥ അധികാരം കൈയാളുക എന്ന് പറയുന്നത് അവിടുത്തെ മിലിറ്ററിയോ സിവിൽ ഭരണ സമൂഹമോ മാത്രമല്ല, മറിച്ച് അവിടെ സിവിൽ ഭരണ സമൂഹവും പട്ടാളവും അതുപോലെ തന്നെ മിലിറ്റന്റ് ഗ്രൂപ്പുകളും തീവ്രവാദ ഗ്രൂപ്പുകളും എല്ലാം കൂടെ ഇടകലർന്ന ഒരു ഭരണ സംവിധാനമാണ്. അവിടെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് വളരെയധികം സ്വാധീനമുള്ളതാണ്. അതുകൊണ്ടാണ് സിവിൽ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും സമാധാനത്തിന് വേണ്ടി ശ്രമങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കാൻ വേണ്ടി തന്നെ അവിടെ തന്നെയുള്ള മിലിറ്റന്റ് നേതൃത്വം എപ്പോഴും ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുക. അവർക്ക് എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാനെ പോലും അല്ലെങ്കിൽ അവിടുത്തെ സിവിൽ നേതൃത്വത്തെ പോലും അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സിവിൽ രാഷ്ട്രീയ നേതൃത്വം ഏറെക്കുറെ വളരെ ശക്തമായൊരു നടപടി എടുക്കുന്നത് വരെ നമ്മൾ അവർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സമാധാനം ഒരു വശത്ത് ഇമ്രാൻഖാൻ സംസാരിക്കുമ്പോൾ മറുവശത്ത് നുഴഞ്ഞുകയറ്റത്തിന്റെ ശ്രമങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് ഇന്ത്യക്ക് അന്തർദേശീയ രംഗത്ത് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ കൂടെ ഉണ്ട്. ഇതിന് ഏറ്റവും രസകരമായ കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ആയുധം പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് കടന്നൊരു ആക്രമണത്തിന് മുതിരില്ല എന്നുള്ള പാകിസ്ഥാന്റെ വലിയ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ഈ ആക്രമണത്തിന് കൂടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമ്പോഴും പലപ്പോഴും ഇന്ത്യ ഇത്ര വലിയ ഒരു സ്റ്റെപ്പിലേക്ക് മുൻപ് പോകാറില്ലായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ അതും കടന്ന് നയതന്ത്രവും ഉറപ്പാക്കി, നയതന്ത്ര വിജയവും ഉറപ്പാക്കി, അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ള ശക്തമായ സന്ദേശം നൽകാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമായി എനിക്ക് തോന്നുന്നത്. റൈറ്റ്, 12 മണിയോടുകൂടിയാണ് വാഗ അതിർത്തിയിലേക്ക് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ വരിക. മലയാളിയായ ഗ്രൂപ്പ് കമാൻഡർ JD കുര്യൻ അദ്ദേഹത്തെ അനുഗമിക്കുമെന്നുള്ള വാർത്തകളും വരുന്നു.